അടുത്തത് ഇനിയൊരു എയർക്രാഫ്റ്റ് സൈക്കിളിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബൂട്ട് സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റം ഓഫ് 9 ടൺ റെഫ്രിജറേഷൻ കപ്പാസിറ്റി, 9 ടൺസ് ആണ് അതിൻ്റെ റെഫ്രിജറേഷൻ കപ്പാസിറ്റി. Then it is employed in an aeroplane. The ambient air temperature and pressure are 20 degrees Celsius and 0.86 bar. Ambient temperature എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് 0.1 കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് T1 is equal to 20 degrees Celsius and P1 is equal to 0.86 bar. Okay. Then the pressure of air increases from 0.86 bar to 1 bar due to ramming action of the ramming action. Okay, due to ramming action. So രണ്ടാമത്തെ നമ്മുടെ പോയിന്റിൽ അതായത് നമുക്കറിയാം 1 to 2 എന്ന് പറയുന്നത് നമ്മൾ റാമിംഗ് പ്രോസസ് ആയിട്ട് എടുക്കുന്നത്. സോ 2 എന്ന് പറയുന്ന പ്രോസസ്സ് വരുമ്പോൾ ഉള്ള പ്രഷറിൻ്റെ വാല്യൂ P2 ആണ് പറഞ്ഞേക്കുന്നത് 0.86 ബാറിൽ നിന്ന് 1 ബാറായിട്ട് റൈസ് ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ പറഞ്ഞിട്ടില്ല. ദെൻ ദ പ്രഷർ ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം മെയിൻ കംപ്രസർ ഈസ് 3.2 ബാർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഫിഗർ ഓർമ്മയുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരോ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കേസിൽ നമുക്കറിയാം 1 to 2 റാമിംഗ് പ്രോസസ്, 2 to 3 ആണ് മെയിൻ കംപ്രസറിലെ കംപ്രഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലിപ്പം ദ പ്രഷർ ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം മെയിൻ കംപ്രസർ ഈസ് 3.2 ബാർ എന്ന് പറയുമ്പം അത് മൂന്നാമത്തെ പ്രഷറാണ്. P3യുടെ വാല്യൂ ആണ് തന്നേക്കുന്നത് 3.2 ബാർ എന്നുള്ളത്. അഗെയിൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് തന്നിട്ടില്ല. ദെൻ ദ ഡിസ്ചാർജ് പ്രഷർ ഓഫ് എയർ ഫ്രം ഓക്സിലറി കംപ്രസർ ഈസ് 4.2 ബാർ. ഓക്കെ, നമുക്കറിയാം ബൂട്ട് സ്ട്രാപ്പിൻ്റെ കേസിൽ ആദ്യം ഒരു മെയിൻ കംപ്രസർ കഴിഞ്ഞ് നമ്മൾ ആദ്യമേ റാമർ യൂസ് ചെയ്ത് കൂൾ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡറി കംപ്രസർ യൂസ് ചെയ്തിട്ടാണ് വീണ്ടും ഒന്നും കൂടെ പ്രഷർ റൈസ് ചെയ്യുന്നത്. സെക്കൻഡറി കംപ്രസർ റൺ ചെയ്യാൻ നമ്മൾ ടർബൈൻ്റെ പവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ P3 കഴിഞ്ഞ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ കംപ്രസർ കഴിഞ്ഞിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കണ്ടീഷനായിരിക്കും 4 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഡിസ്ചാർജ് പ്രഷർ ഓഫ് എയർ ഫ്രം ദി ഓക്സിലറി കംപ്രസർ, അതായത് 4 അല്ല 5 എന്ന് പറയുന്ന പോയിൻ്റെ കണ്ടീഷനാണ് അടുത്ത പറഞ്ഞേക്കുന്നത്. P5 is equal to 4.2 ബാർ എന്നുള്ളത്. ഓക്കെ, കാരണം 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രോസസ്സാണ്. ദെൻ ദി ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസറിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 82% ആണ്, അതായത് 0.82 ആണ്. അതുപോലെ തന്നെ ടർബൈൻ്റെ എഫിഷ്യൻസി, ഫസ്റ്റ് ടർബൈൻ്റെ എഫിഷ്യൻസി എത്രയാണ് പറഞ്ഞേക്കുന്നത്? ടർബൈൻ എഫിഷ്യൻസി 86% എന്നാണ് പറഞ്ഞേക്കുന്നത്, 0.86. ഓക്കെ, ദെൻ 45% of enthalpy of air discharged from the main compressor is removed in the first heat exchanger and 32% of enthalpy of air discharged from second or auxiliary compressor is removed in the second heat exchanger. അതായത് ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചറിലും എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് റിമൂവ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ HX1ൽ റിമൂവ് ചെയ്തേക്കുന്നത് 45% ഓഫ് എൻതാൽപ്പി ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ. അത് മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിൻ്റെ എൻതാൽപ്പിയിൽ 45% ആണ് റിമൂവ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ HX2ൽ റിമൂവ് ചെയ്തിരിക്കുന്നത് 32% ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്. റിമൂവ് ഇൻ ദ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസിങ് റാമർ. അസ്യൂമിങ് റാമിംഗ് ആക്ഷൻ ടു ബി ഐസെൻട്രോപ്പിക്, അതായത് ഫസ്റ്റ് 1 to 2 എന്ന് പറയുന്ന റാമിംഗ് പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആയിട്ട് തന്നെ എടുത്താൽ മതി. ദ റിക്വയർഡ് ക്യാബിൻ പ്രഷർ ഓഫ് 0.92 ബാർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ ക്യാബിൻ നോട്ട് മോർ ദാൻ 21 ഡിഗ്രി സെൽഷ്യസ് ഫൈൻഡ്. അതായത് ലാസ്റ്റ് വരേണ്ട ക്യാബിനിലെ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് 0.92 ബാർ പ്രഷറും 21 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുമാണ്. ഓക്കെ, ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദി values of temperature and pressure at all points, then power required, then COP of the system. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ കേസിലെ ഫിഗർ വരയ്ക്കണം. ബൂട്ട് സ്ട്രാപ്പിന് 2 ടൈപ്പ് ഓഫ് ഫിഗറുകളാണ് വരുന്നത്. ഒന്ന് സിമ്പിൾ ബൂട്ട് സ്ട്രാപ്പും ഉണ്ട്, ദെൻ ബൂട്ട് സ്ട്രാപ്പിൻ്റെ തന്നെ ഇവാപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ട്. സിമ്പിൾ ബൂട്ട് സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഒരു കംപ്രസർ, അത് കഴിഞ്ഞ് 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, 2 ഹീറ്റ് എക്സ്ചേഞ്ചർ മാത്രമേ വരുന്നുള്ളൂ.
ഇവാപ്പറേറ്റീവ് ടൈപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇവാപ്പറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടെ വരും. സോ ഇവിടെ നമുക്കുള്ളത് ജസ്റ്റ് 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഒരു മെയിൻ കംപ്രസർ, ഒരു ഓക്സിലറി കംപ്രസർ, ഇത്രയാണുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മളൊരു കൂളിംഗ് ടർബൈൻ. സോ അതിൻ്റെ ടി എസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ തിയററ്റിക്കൽ ടി എസ് ഡയഗ്രാമിൻ്റെ ഷേപ്പ് വരുന്നത്. ഏറ്റവും താഴെ നമുക്ക് ആംബിയൻ കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടീഷൻസ്. അത് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് വരുന്നത് റാമിംഗ് പ്രോസസ്സ്. ദെൻ മൂന്നാമത് വി ഹാവ് മെയിൻ കംപ്രസർ. മെയിൻ കംപ്രസർ കഴിഞ്ഞ് ഒരു ഓക്സിലറി കംപ്രസറിനുള്ളതുകൊണ്ട് മെയിൻ കംപ്രസറിനേക്കാളും വലിയൊരു പ്രഷർ ലൈൻ കൂടെ വരും, ഓക്സിലറി കംപ്രസർ. ഓക്കെ, ഇനി പ്രോസസ്സുകൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 to 2 പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ദെൻ 2 to 3 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സ്, മെയിൻ കംപ്രസറിലുള്ള കംപ്രഷൻ പ്രോസസ്സ്. സോ അത് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ പോയിന്റ് വിൽ ബി 3. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഐസെൻട്രോപ്പിക് ആണെന്നുള്ളത്. മാത്രമല്ല എഫിഷ്യൻസീസ്, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ വാല്യൂസും പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഇതിവിടുന്ന് ഡീവിയേറ്റ് ചെയ്യും. സോ വിൽ ബി ഗെറ്റിംഗ് എ പോയിന്റ് ലൈക്ക് 3'. ഓക്കെ, ദെൻ 3' to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ പ്രോസസ്സ്, ടെമ്പറേച്ചർ മാത്രം റെഡ്യൂസ് ചെയ്യും സെയിം പ്രഷറിൽ. ദെൻ 4 എത്തിയതിനു ശേഷം വീണ്ടും ഒരു കംപ്രഷൻ പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പോയിന്റ് നമുക്ക് 5 വരും. എഗെയിൻ രണ്ടാമത്തെ കംപ്രസറിൻ്റെ കേസിലും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി പറയുന്നുണ്ട്. സോ ഇവിടെയും ദർ വിൽ ബി ഡീവിയേഷൻസ്. അതുകൊണ്ട് ഒരു 5' എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റ് കൂടെ കിട്ടും. ദെൻ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള ഹീറ്റ് റിമൂവൽ പ്രോസസ്സ്, അത് കഴിഞ്ഞ് 5 to 6 എന്ന് പറയുന്നൊരു കണ്ടീഷൻ. ദെൻ 6 നിന്ന് താഴോട്ട് എവിടെ ഉള്ളതാണ് ക്യാബിൻ പ്രഷർ വരുന്നത്. ക്വസ്റ്റ്യനിൽ ക്യാബിൻ പ്രഷറിൻ്റെ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇപ്പം മെയിൻ കംപ്രസറിനും റാമിങ്ങിനും ഇടയ്ക്കുള്ളൊരു പ്രഷർ പോയിൻ്റായിട്ട് എടുക്കുന്നു. ക്യാബിനിലെ പ്രഷർ എത്രയായിരുന്നു? 0.92 ബാർ പ്രഷർ വരുന്ന ക്യാബിനിലെ കണ്ടീഷൻ. സോ 6 നിന്ന് 7 വരെ ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് അല്ലാത്ത എക്സ്പാൻഷൻ 7' മാർക്ക് ചെയ്യണം. ഈ 7' എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിലോട്ട് വേറെ ഏതെങ്കിലും ഒരു ഹീറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നത്. സോ വിൽ ബി 1 more point 8. ഓക്കെ, സോ നമ്മുടെ പ്രോസസ് 1 to 2 റാമിംഗ്, 2 to 3 ഫസ്റ്റ് മെയിൻ കംപ്രസർ. ദെൻ അതിൻ്റെ ഐസെൻട്രോപ്പിക് അല്ലാത്ത പോയിന്റ് ആകുമ്പോഴത്തേക്കും 3' വരും. ദെൻ 3' to 4 ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ദെൻ 4 to 5' സെക്കൻഡ് കംപ്രസർ. 5' to 6 വരെ ഉള്ളത് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ദെൻ 6 to 7 ടർബൈൻ. ദെൻ 7 to 8 എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ക്യാബിൻ കണ്ടീഷനിലേക്കുള്ള ഹീറ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, ദെൻ ഇനിയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ഇക്വേഷൻസിൻ്റെ ആവശ്യം വരുന്നത്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ T1 വാല്യൂ തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഓർഡറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് T2 വാല്യൂ എത്രയാണെന്നാണ്, അല്ലേ? ദെൻ ഈ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സെഡ് ദാറ്റ് 1 to 2 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചിരുന്നു ഫോർ ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ് വി ഹാവ് ദ റിലേഷൻ T2 divided by T1 is equal to P2 by P1 the whole raised to gamma minus 1 by gamma. ഇങ്ങനെ ഒരു റിലേഷൻ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ ഗാമയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ദ വാല്യൂ ഓഫ് ഗാമ ആസ് ദി ഗാമ വാല്യൂ ഓഫ് എയർ. അതായത് 1.4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് നോൺ ക്വാണ്ടിറ്റിയാണ്. കാരണം എയർ ആണ് നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുന്നത്. എയറിൻ്റെ ഗാമ വാല്യൂ 1.4 ആണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് T2 മാത്രമേ ഉള്ളൂ ഒരു അൺനോൺ വേരിയബിൾ, ബാക്കിയെല്ലാം ഉണ്ട്. T1 വാല്യൂ ഉണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്. ദെൻ ചെയ്യുമ്പോഴത്തേക്കും കഴിവതല്ല മസ്റ്റായിട്ടും ടെമ്പറേച്ചേഴ്സിൻ്റെ വാല്യൂ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാം. ഓക്കെ, സോ ഹിയർ വി ഹാവ് T1 is equal to 20 degrees Celsius. ദാറ്റ് മീൻസ് 20 + 273 293 കെൽവിനാണ് T1 വാല്യൂ. സോ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? ഇൻ പ്ലേസ് T2 is equal to T1 into P2 by P1 all raised to gamma minus 1 by gamma. T1 value we have 293 into P2. P2 value 1 bar, P2 value 1 bar and P1 value 0.86. The whole raised to gamma value 1.4 ആണ്. 1.4 minus 1 ആകുമ്പോഴത്തേക്കും 0.4 divided by 1.4. We'll be getting the answer as T2 is equal to 306.9 Kelvin എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഐസെൻട്രോപ്പിക് ഇക്വേഷൻ, ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ അറിഞ്ഞിരുന്നുള്ള ഗുണമെന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലെ എല്ലാ പോയിൻറ്റിൻ്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അടുത്ത ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് T2 വാല്യൂ ഇപ്പോൾ കിട്ടി,
306.9. അടുത്ത കണ്ടുപിടിക്കാനുള്ളത് T3യുടെ വാല്യൂ. ഓക്കെ, T3 ഡാഷ് ആണ് നമ്മുടെ ആക്ച്വൽ പോയിന്റ്, പക്ഷെ അതല്ല, നമ്മൾ T3 കണ്ടുപിടിക്കും. T3 കണ്ടുപിടിച്ചിട്ട് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് T3 ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 2 to 3 പ്രോസസ്സിൻ്റെ കേസിൽ ഐ ക്യാൻ റൈറ്റ് T3/T2 is equal to P3/P2 whole raised to gamma minus 1 by gamma എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, T3/T2 is equal to P3/P2 whole raised to gamma minus 1 by gamma എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ we will get T3 is equal to 427.8 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, T3യുടെ വാല്യൂ, ഈ പോയിന്റിലെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് 427.8 കെൽവിൻ എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ എഴുതിയിരുന്നത്? ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് എ കംപ്രസർ ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ വരുമ്പോഴത്തേക്കും ലെസർ ക്വാണ്ടിറ്റി വരണം. ദാറ്റ് മീൻസ് ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് eta c is equal to ഐസെൻട്രോപ്പിക് ഇൻക്രീസ്. 2 to 3 ആണ് ഐസെൻട്രോപ്പിക് പ്രോസസ്. സോ T3 മൈനസ് T2 ഡിവൈഡഡ് ബൈ ആക്ച്വൽ പ്രോസസ്. ആക്ച്വൽ പ്രോസസ് ഏതായിരുന്നു? 3 ഡാഷ് ആണ്. T3 ഡാഷ് മൈനസ് T2. ഓക്കെ, കംപ്രസറിൻ്റെ കേസിലുള്ള ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇക്വേഷൻ. ഇത് മറന്നു പോയിരിക്കാൻ വേണ്ടി എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ന്യൂമറേറ്ററിൽ വരേണ്ടത് സ്മോളർ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ നോക്കുമ്പോൾ T3 ഡാഷ് എന്ന് പറയുന്നത് T3യേക്കാളും ഹയർ വാല്യൂ ആണ്. സോ ന്യൂമറേറ്ററിൽ ചെറിയ ക്വാണ്ടിറ്റി, ഡിനോമിനേറ്ററിൽ ഹയർ ക്വാണ്ടിറ്റി വരണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഷുഡ് ബി T3 മൈനസ് T2 ആൻഡ് ഡിനോമിനേറ്റർ ഷുഡ് ബി T3 ഡാഷ് മൈനസ് T2. ഓക്കെ, എഫിഷ്യൻസി ഓഫ് കംപ്രസർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.82 ആണെന്നുള്ളത്. ആൻഡ് ഓൾസോ ബാക്കി എല്ലാ വേരിയബിൾസ് നമുക്കറിയാം. T3 നമുക്കറിയാം, T3 കണ്ടുപിടിക്കാനുള്ള വാല്യൂ, T3 കിട്ടി. ഓക്കെ, T3 നമുക്ക് അറിയാം. ദെൻ T2 നമുക്കറിയാം, ഇവിടെയും T2 ആണ് അറിയാം. അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ ഉള്ളൂ T3 ഡാഷ്. സോ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.82 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് T3 ഡാഷ് ഇസ് ഈക്വൽ ടു 454.3 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, 454.3 കെൽവിൻ എന്ന് കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറുള്ള പ്രോസസ്സാണ്. സോ T4 എന്ന് പറയുന്ന ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ തൽക്കാലം നമുക്ക് കറക്റ്റ് ഒരു ഡയറക്റ്റ് വാല്യൂ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എത്ര കെൽവിൻ ഓഫ് ഹീറ്റാണ് അബ്സോർബ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എൻതാൽപ്പി ഓഫ് എനർജിയാണ് നമ്മൾ അബ്സോർബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റിനിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് 45% ഓഫ് എൻതാൽപ്പി ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം ദി മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദി ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്ത് വരുന്ന എയറിൻ്റെ 45% എൻതാൽപ്പിയും റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ദെൻ നമുക്കറിയാം എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. എൻതാൽപ്പി എന്നുള്ള വാല്യൂ, എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന എല്ലാ എൻതാൽപ്പി ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന വാല്യൂസാണ്. സോ വി ക്യാൻ റൈറ്റ് നമുക്ക് കിട്ടാനുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിയുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ T4, ഈ പോയിന്റിലെ ടെമ്പറേച്ചർ T4 വിൽ ബി ഈക്വൽ ടു ശരിക്കും എത്രയാണോ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് T3 ഡാഷിൻ്റെ ശരിക്കുള്ള വാല്യൂ എത്രയായിരുന്നോ മൈനസ് 45% ഓഫ് അതിൻ്റെ എൻതാൽപ്പിയാണ് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 100 ആയിരുന്നു T3 വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ 45 വാല്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ 1 മൈനസ് 0.45 ഇൻറ്റു ഏതിൻ്റെ T3 ഡാഷ് എന്ന കണ്ടീഷൻ. ഓക്കെ, ഫോർ അതർ ടൈംസ് നമുക്കറിയാം 45% ഓഫ് ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 45% റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്നത് 55% ഓഫ് എനർജിയാണ്. ഫോർ സിംപ്ലി സേ 0.55 ഓഫ് T3 ഡാഷ് ആണ് T4ൻ്റെ വാല്യൂ. നമ്മൾ സോൾവ് ചെയ്ത് എങ്ങനെ വരും? T4 ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.55 ഇൻറ്റു T3 ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 454.3 കെൽവിൻ. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും we will get the value of T4 as 372.7 Kelvin. ഓക്കെ, ദെൻ ഇതേ മെത്തഡോളജി തന്നെയാണ് നമുക്ക് ബാക്കി പോയിന്റ് കണ്ടുപിടിക്കാം. കാരണം അടുത്ത ഇനി 4 to 5 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ് ഉണ്ട്. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? T5 ഡിവൈഡഡ് ബൈ T4 ഇസ് ഈക്വൽ ടു P5/P4 ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓക്സിലറി കംപ്രസറിൻ്റെ പ്രഷർ വാല്യൂ കിട്ടിയാൽ മതി. കാരണം P4 ഒക്കെ നമുക്കറിയാം മെയിൻ കംപ്രസറിൻ്റെ പ്രഷർ വാല്യൂ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണെന്ന്. മെയിൻ കംപ്രസറിൻ്റെ പ്രഷർ വാല്യൂ 3.2 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹീറ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് അടുത്ത 5 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4.2 ഓക്സിലറി കംപ്രസറിൻ്റെ ഔട്ട്പുട്ട് പ്രഷർ വാല്യൂ.
ഓക്കെ, സോ P4 P5 എല്ലാം നമുക്കറിയാവുന്ന വാല്യൂസ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സോൾവ് ചെയ്ത് T4ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ അഗെയിൻ അടുത്ത ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് T5/T4 is equal to P5/P4 the whole raised to gamma minus 1 by gamma. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get T5 is equal to 402.9 Kelvin എന്ന് വരും. ഓക്കെ, അഗെയിൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ സെക്കൻഡ് കംപ്രസർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിൽ ഓരോ മെത്തേഡ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കുള്ള ഫൈനൽ ഇക്വേഷൻസ് ഞാൻ സ്റ്റെപ്സ് എല്ലാം എഴുതി വെച്ചിരിക്കാം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഐസെൻട്രോപിക് പ്രോസസ്സുകളും ദെൻ എഫിഷ്യൻസി ഓഫ് കംപ്രസറും അതുപോലെ തന്നെ 32% ഓഫ് എൻതാൽപ്പി റിമൂവ്ഡ് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് T6ൻ്റെ വാല്യൂ വിൽ ഗെറ്റ് ലൈക്ക് 365.82 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ടർബൈനിലെ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. നമുക്ക് എക്സ്പാൻഷൻ മുമ്പുള്ള കണ്ടീഷനാണ് T6ന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പോർഷൻ മാത്രം വരയ്ക്കാം. നമുക്കിവിടെ T6 വരെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. എക്സ്പാൻഷൻ പ്രോസസ്സ് ടു നമ്മുടെ 7 എന്ന് പറയുന്ന കണ്ടീഷൻ. നേരത്തെ നമ്മൾ കംപ്രഷനിൽ എടുത്തതുപോലെ ഇവിടെയും നമുക്കതിന് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് തന്നെ വരുന്നത്. ഐസെൻട്രോപിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്രോസസ്സാണ്. നമ്മൾ മുൻപ് അപ്ലൈ ചെയ്തിരുന്ന അതേ ഇക്വേഷൻസ് ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? can write T7/T6 is equal to P7/P6 the whole raised to gamma minus 1 by gamma. 6 എന്ന് പറയുന്ന കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മുടെ ഓക്സിലറി കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൽ പ്രഷറിന് വേരിയേഷൻ ഒന്നും വരുന്നില്ല, ടെമ്പറേച്ചർ മാത്രമാണ് റിമൂവ് ചെയ്തത്. സോ സെയിം പ്രഷർ വാല്യൂ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെക്കൻഡറി കംപ്രസർ കഴിയുമ്പോഴുള്ള ഔട്ട്പുട്ട് പ്രഷർ വാല്യൂ നമുക്ക് എത്ര ഉണ്ടായിരുന്ന 4.2 ബാർ ആണ്. ഓക്കെ, അതായത് P6ൻ്റെ വാല്യൂ ആണ് 4.2 ബാർ. ദെൻ P7 എന്ന് പറയുന്ന പ്രഷർ, P7 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പാൻഷൻ്റെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാബിൻ പ്രഷറിലോട്ട് തന്നെയാണ് അല്ലേ. ക്യാബിൻ്റെ പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0.92 ബാറാണ് ക്യാബിൻ പ്രഷറിന്. സോ P7ൻ്റെ വാല്യൂ 0.92. ദെൻ T6 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സോൾവ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് T7ൻ്റെ വാല്യൂ ഇങ്ങനെ വരും 237.1 കെൽവിൻ എന്ന് നമുക്ക് വരും. ഓക്കെ, T7ൻ്റെ വാല്യൂ. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ കംപ്രസറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പാൻഷനും ഐസെൻട്രോപിക് ആവാം ആക്ച്വൽ വാല്യൂ ഉണ്ട്. T7 ഡാഷ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് വാല്യൂ ഉണ്ട്. ദെൻ ഈ ഡയഗ്രം നോക്കുന്നതിന് മനസ്സിലാവും ദിസ് ഈസ് T6, ദിസ് ഈസ് T7 ഡാഷ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് T7. ഓക്കെ, T7 ഡാഷ് എന്ന് പറയുന്ന വാല്യൂ T7നെക്കാളും ഹയർ വാല്യൂ ആണ്. സോ നമ്മൾ നേരത്തെ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ എടുത്തപ്പോഴത്തേക്കും ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ വരണം എന്ന് തന്നെ അസ്യൂം ചെയ്തിരുന്നത്. ഇവിടെയും അതേ രീതി തന്നെ ചെയ്യണം. സോ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും T6 മൈനസ് T7 ഡാഷ് ഡിവൈഡഡ് ബൈ T6 മൈനസ് T7. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ 7 ഡാഷ് എന്ന് പറയുന്നതാണ് ഹയർ വാല്യൂ. സോ T6 മൈനസ് T7 ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ T6 മൈനസ് T7 എന്ന് പറയുന്ന വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ലെസ്സർ വാല്യൂ. ഓക്കെ, സോ ടേക്ക് T6 മൈനസ് T7 ഡാഷ് ബൈ T6 minus T7 or other terms actual decrease in temperature divided by isentropic drop in temperature. അതായിരിക്കും എഫിഷ്യൻസി ഓഫ് ടർബൈൻ്റെ കേസിലെ ഇക്വേഷൻ. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എഫിഷ്യൻസി ഓഫ് ടർബൈൻ എന്ന് പറയുന്നത് 0.86 ആണെന്ന്. 0.86 ആണ് ടർബൈൻ്റെ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് T7 ഡാഷ് ഇസ് ഈക്വൽ ടു 255 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഡയഗ്രത്തിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും 1 2 3 4 5 6 7 വരെയുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ എയർക്രാഫ്റ്റിൻ്റെ സിസ്റ്റം സോൾവ് ചെയ്യാനുള്ള ബാക്കി ഇക്വേഷൻ നമുക്ക് ഓരോന്നിട്ട് അപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എയർക്രാഫ്റ്റിന് യൂസ് ചെയ്തേക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 9 ടൺസ് ആണെന്നുള്ളത്. ഓക്കെ, സോ 9 ടൺസ് എന്നുള്ളതിന് നമ്മുടെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ആദ്യം നമുക്ക് തൽക്കാലം അവറിൻ്റെ യൂണിറ്റ് വരുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാം. സോ അവറിൻ്റെ രീതിയിൽ കൺവേർട്ട് നമുക്ക് ഏതാ യൂസ് ചെയ്യുന്നത് 1 ടൺ ഈസ് ഈക്വൽ ടു 1400 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു 14000 കിലോ ജൂൾസ് പെർ അവർ എന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വരും? ഇവിടെ 9 ടണ്ണാണ്. സോ മൊത്തം അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് will be equal to 9 into 14000 എന്ന് വരും. ഓക്കെ, ടോട്ടൽ അബ്സോർബ് ചെയ്ത
ഹീറ്റ് എനർജിയുടെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് 9 × 14000 എന്നുള്ളത്. ഈ 14000 എന്നുള്ളത് നമ്മുടെ യൂണിറ്റിലോട്ട് പെർ അവറിൻ്റെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇക്വേഷനാണ്. ഇനി പറഞ്ഞു ദിസ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ്. ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം അബ്സോർബ് ചെയ്ത ടോട്ടൽ ഹീറ്റാണ് പറയുന്നത്. ഇനി ശരിക്കും ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ളത്? എയർക്രാഫ്റ്റിൻ്റെ കേസിൽ ഏതൊക്കെ പോയിൻറ്റ്സിനിടയിലുള്ള ഹീറ്റാണ് ആക്ച്വലി നമ്മൾ അബ്സോർബ് ചെയ്യാനുള്ളത്? ശരിക്കും നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മുടെ എക്സ്പാൻഷൻ കഴിഞ്ഞ് 7 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് വരുന്ന ടെമ്പറേച്ചർ വാല്യൂ, അല്ലെങ്കിൽ 7' എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ടെമ്പറേച്ചർ വാല്യൂ വി ഹാഡ് ദാറ്റ് ആസ് 255 കെൽവിൻ. ഓക്കെ, 255 കെൽവിൻ. 255 കെൽവിനിൽ എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എവിടെ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് 294 കെൽവിൻ ആക്കുന്നത്. ഈ 294 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബിനിലെ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 ഡിഗ്രി സെൽഷ്യസ് എന്ന്. 21 ഡിഗ്രി എന്നുള്ളതിന് നമ്മൾ കെൽവിനിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് 294 എന്ന് പറയുന്നത്. ഓക്കെ, സോ 294 വരെയുള്ള ഹീറ്റായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഹീറ്റ് എനർജിയാണോ അബ്സോർബ് ചെയ്യുന്നത് അതാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ആക്ച്വൽ അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിപ്പം ജസ്റ്റ് ടെമ്പറേച്ചർ വാല്യൂസ് മാത്രമാണ്. അതിൻ്റെ എനർജി വാല്യൂസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ MCP/dT ഇക്വേഷനാണ്. അതായത് മാസ് ഇൻറ്റു CP വാല്യൂ ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതിൽ ഡിഫറൻസ് ടെമ്പറേച്ചർ മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേറെ 2 ടേംസും കൂടെ വരണം, മാസ് ഫ്ലോ റേറ്റ് ആൻഡ് CP വാല്യൂ. ഓക്കെ, CP വാല്യൂ ഓഫ് എയർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ടേക്ക് ഇറ്റ് ആസ് 1 kJ/kg കെൽവിൻ എന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ 9 ടൺ കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി ഹീറ്റ് അബ്സോർബ് ബിറ്റ്വീൻ, നമ്മുടെ ഇപ്പോഴത്തെ എക്സാമ്പിളിലാണെങ്കിൽ T8 - T7'. അതായത് നമ്മുടെ ഡയഗ്രാം ലാസ്റ്റ് എക്സ്പാൻഷൻ കഴിഞ്ഞ് ഇങ്ങനെ 7 എന്നൊരു പോയിന്റിൽ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 7' എന്നൊരു പോയിന്റിൽ നിൽപ്പുണ്ട്. ഇവിടെ നിന്നും നമ്മുടെ ക്യാബിനിലെ കണ്ടീഷൻ 8 വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് എനർജിയാണ് അത് അബ്സോർബ് ചെയ്യുന്നത് എന്ന ക്വാണ്ടിറ്റിയാണ് അവിടെ വരുന്നത്. ഓക്കെ, അതാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ. സോ അതിൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് 294 - 255 ഇൻറ്റു MA ഇൻറ്റു CP എന്ന് പറയുന്ന വാല്യൂ. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പം അൺനോൺ ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് MA ആണ്. MA എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്താ കണ്ടുപിടിക്കുന്നതെന്ന് അടുത്ത സ്റ്റെപ്പിൽ പറയാം. സോ MAയുടെ വാല്യൂ യു വിൽ ഗെറ്റ് ലൈക്ക് MA is equal to 9 × 14000 9 × 14000 divided by 294 minus 255 294 minus 255 into CPയുടെ വാല്യൂ 1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്കും MAയുടെ വാല്യൂ വി വിൽ ഗെറ്റ് ലെസ് 3230.8 kg/h എന്ന് കിട്ടും. മാസ് ഫ്ലോ റേറ്റിൻ്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിപ്പം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റെഫ്രിജറേഷൻ കപ്പാസിറ്റിയും എത്രത്തോളം ഹീറ്റാണ് ആക്ച്വലി അബ്സോർബ് ചെയ്തത് എന്നതും വെച്ച് നമ്മൾ കണ്ടുപിടിച്ച മാസ് ഫ്ലോ റേറ്റ് ആണ്. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദി പവർ റിക്വയർഡ്. നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തും പവർ അബ്സോർബ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? പവർ അബ്സോർബ് ചെയ്യുന്ന ഒരേ ഒരു യൂണിറ്റേ ഉള്ളൂ, ദാറ്റ്സ് എ കംപ്രസർ. കംപ്രസർ റൺ ചെയ്യുന്നത് മെയിൻ ടർബൈൻ്റെ കംപ്രസറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ അബ്സോർബ് ചെയ്തെടുത്ത ഇത്രയും പെർസെൻറ്റേജ് ഓഫ് എയർ, അതായത് നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും മെയിൻ കംപ്രസറിൽ വന്ന് കംപ്രസ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഡ്രോ ചെയ്തെടുക്കുന്ന എയറിൽ ഒരു 80% കമ്പഷൻ ചേമ്പർ സപ്ലൈ ചെയ്യുന്നു, ബാക്കി 20% എയറാണ് റെഫ്രിജറേഷൻ യൂസ് എന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞ 20% ഓഫ് എയറിൻ്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, എത്രത്തോളം എയറാണോ അബ്സോർബ് ചെയ്തെടുത്തുള്ളത്. സോ ഈ എയർ ഈ ഇത്രയും 20% ഓഫ് എയർ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പവറാണ് അതിന് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതാണ് റെഫ്രിജറേഷൻ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. സോ ദാറ്റ് പവർ P is equal to, again we can write MA into CP into കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിലുള്ള കണ്ടീഷൻസ്. DT ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്. സോ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷൻ നമുക്കറിയാം T3' ആണ്, ഇൻലെറ്റ് കണ്ടീഷൻ T2 ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ MAയുടെ വാല്യൂ എടുത്തേക്കുന്നത് kg/h. അതിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു 3600 കിട്ടും. കാരണം പവറിൻ്റെ യൂണിറ്റ് നമ്മൾ കിലോ വാട്ട്സിൽ പറയുന്നത് സെക്കൻഡ്സിലുള്ള യൂണിറ്റ് ആയതുകൊണ്ട്. സോ സോൾവ് ചെയ്യുമ്പോൾ തരും 3230.8 into 1 into T3'. T3'ൻ്റെ വാല്യൂ വി ഹാഡ് 454.3. ദെൻ മൈനസ് T2ൻ്റെ വാല്യൂ റാമിങ്ങിന് ശേഷമുള്ള ടെമ്പറേച്ചർ വാല്യൂ 306.9.
all divided by 3600 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 132.28 kilowatts എന്ന് വരും. ഓക്കെ, സോ ഇത്രത്തോളം പവറാണ് ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ മോർ ക്വാണ്ടിറ്റി കൂടെ ഉണ്ട്, അതായത് COP ഓഫ് സിസ്റ്റം. COP ഓഫ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി എത്രയായിരുന്നു? 9 ഇൻറ്റു നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂണിറ്റ് 1400 ഉണ്ടല്ലോ, ദെൻ ഡിവൈഡഡ് ബൈ എത്രത്തോളം പവറാണ് കൺസ്യൂം ചെയ്തത്. നമ്മളിപ്പം മുകളിൽ ചെയ്യുന്നത് അവറിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് ഇതിനെ വീണ്ടും അവറിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. അതായത് ഈ മുകളിലത്തെ ഇക്വേഷനിൽ 3600 ഇല്ലാതെ വരുന്ന വാല്യൂ ഫോർ അതർ ടേംസ് 132.28 ഇൻറ്റു 3600 സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് 0.264. ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസിൻ്റെ COP. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും COP വാല്യൂ 0.264 വളരെ വളരെ ലോ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. എങ്കിലും നമ്മളത് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നതിന് കാരണം ഒരു എക്സ്ട്രാ റെഫ്രിജറേഷൻ മീഡിയവും വേണ്ട, അതുപോലെ തന്നെ കംപ്രസറിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് അവിടെ അറേഞ്ച് ചെയ്യേണ്ട. പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ അതല്ല ഒരു സെക്കൻഡറി ഒരു കംപ്രസറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും ലോ COP ആണെങ്കിലും നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ കേസിൽ എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റംസ് തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് എയർ യൂസ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് എയർ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ.